യൗസേപ്പിന്റെ വണക്കമാസം 24-ാം തീയതി. നസ്രത്തിലെ ജീവിതം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. പ്രകൃത്യാ പരിശുദ്ധ തൃത്വം സാമൂഹിക ജീവിതമാണ് നയിക്കുന്നത്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും അതുപോലെ സാമൂഹിക ജീവിതത്തിലൂടെ വ്യക്തി വികസനവും പൂർണ്ണതയും പ്രാപിക്കണമെന്നാണ് ദൈവപരിപാലന. എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹിക ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയുടെ സ്വാഭാവിക രൂപീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ മാർ യോസേപ്പ് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ നാഥനായിട്ടാണ് സ്വന്തം ജീവിതം നയിച്ചത്. പരിശുദ്ധ കന്യകയുടെയും ഉണ്ണീമിശിഹായുടെയും സാന്നിധ്യം ആ ചെറു ഭവനത്തെ ഭൂമിയിലെ സ്വർഗമാക്കി പകർത്തി. തിരുക്കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യത്തിലും ആണ് ജീവിച്ചത്. നരകുല പരിത്രാതാവായ ഈശോ മിശിഹ അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹത്വം വ്യക്തമാക്കി. പരിശുദ്ധ കന്യക അവിടുത്തെ മണവാളനായ വിശുദ്ധ യൗസേപ്പിനോട് ഏറ്റവും നിർമ്മലമായ സ്നേഹവും പുലർത്തി. ഒരു മാതൃകാ ഭാര്യ, ഗൃഹനാഥ, മാതാവ് എന്നീ നിലകളിൽ വിശുദ്ധ യൗസേപ്പിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഈശോ മാതൃകാ പുത്രൻ എന്ന നിലയിൽ വിശുദ്ധ യൗസേപ്പിനെയും പരിശുദ്ധ കന്യകയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അപ്രകാരം അവിടെ ഏക ഹൃദയവും ഏകാത്മാവുമായിരുന്നു. വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയും ദിവ്യകുമാരൻ്റെയും ജീവിതം ഏറ്റവും സൗഭാഗ്യമാക്കുവാൻ പരിശ്രമിച്ചു. അദ്ദേഹം വേല ചെയ്തു നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അവരെ പോറ്റി. കുടുംബത്തിൽ പരിപാലനമായ ഒരു അന്തരീക്ഷം പുലർത്തി. പരസ്പര സ്നേഹം, സേവനം, പ്രാർത്ഥന എന്നിവ തിരുക്കുടുംബത്തിൽ പരിപുഷ്ടമായി. കുടുംബമാണ് സമുദായത്തിൻ്റെ അസ്ഥിവാരം. കുടുംബങ്ങൾ ക്രൈസ്തവമാകുമ്പോൾ സമൂഹങ്ങളും ജനപദങ്ങളും ലോകം തന്നെയും ക്രൈസ്തവമാകും. നമ്മുടെ കുടുംബങ്ങളിൽ ക്രൈസ്തവമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമറിയവും ഈശോനാഥനും തിരുക്കുടുംബത്തിൽ ജീവിച്ചതുപോലെ നാമും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഈശോനാഥൻ ഭരണം നടത്തണം. മരിയാംബിക രാജ്ഞിയായി വാഴണം. അതോടൊപ്പം മാർ യോസേപ്പിനും കുടുംബത്തിൽ സ്ഥാനം നൽകുക. കുടുംബങ്ങളിൽ പ്രാർത്ഥന ജപിക്കണം. കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പരസ്പര സ്നേഹം പരിപുഷ്ടമാക്കണം. കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹവും സേവന സന്നദ്ധയും ഉണ്ടായിരിക്കണം. സന്താനങ്ങളുടെ നല്ല വളർച്ചയിൽ ശ്രദ്ധ പതിപ്പിക്കുക. മാതാപിതാക്കന്മാർ കത്തോലിക്ക വിദ്യാഭ്യാസം അവർക്ക് നൽകുക. സൽഗ്രന്ഥങ്ങളും മാസികകളും അവിടെ പ്രവേശിക്കട്ടെ. അശ്ലീലമായ കുടുംബ അന്തരീക്ഷത്തെ മലിനമാക്കും. വിശുദ്ധ ഗ്രന്ഥ പാരായണം എല്ലാ ദിവസവും കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കണം. വിവാഹം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിലുള്ള കുദാശയാണ്. മിശിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രതീകം. ഭൗതിക ശരീരത്തിൻ്റെ പ്രതിരൂപം തിരുക്കുടുംബത്തിൻ്റെ മാതൃക. സംഭവം: ഇന്ത്യ പാകിസ്ഥാൻ 1971 യുദ്ധകാലത്ത് മുറിവേറ്റ മരണവുമായി മല്ലിടുന്ന അസംഖ്യം പട്ടാളക്കാർക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തരായ സന്യാസികൾ അഭയം നൽകി. ആസ്പത്രിയും മഠവും നിർമൂലമാക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചു. പലവട്ടം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്ററിൽ ശത്രുക്കൾ പറന്നെത്തി.
ജീവജാലങ്ങൾ നിദ്രയിലാണ്ട സമയം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് കടന്നു വന്ന വിമാനം പട്ടണത്തിനു മുകളിൽ റേന്തു ചുറ്റുകയാണ്. വിമാനം കടന്നു വന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു. പട്ടാളക്കാർ സൂചനയുടെ സൈറൻ മുഴങ്ങി. മഠത്തിലെ സന്യാസികൾ ഭയന്നു വിറച്ചു. സകലതും ബോംബിന്റെ തീച്ചുളയിൽ കരിഞ്ഞു ചാമ്പലാകാൻ അധിക സമയമില്ല. ഏകാലംബനായ യൗസേപ്പിന്റെ സഹായം തേടുവാൻ അവർ തീരുമാനിച്ചു. ഈ പുണ്യതാതന്റെ സമക്ഷം കണ്ണീരോടെ കൂട്ടപ്രാർത്ഥന നടത്തി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അതാ ആകാശത്തിൽ വലിയ തീപടലം. എല്ലാവരും ഞെട്ടിവിറച്ചു. ഒരു പീരങ്കി പോലും ചലിച്ചില്ല. തോക്കുകൾ നിറയൊഴിച്ചില്ല. അത്ഭുതം! ബോംബിടുന്നതിനു മുമ്പ് വിമാനം എന്തോ തകരാറ് മൂലം കത്തിയെരിഞ്ഞു താഴെ വീണതാണ്. ബോംബിന്റെ യാതൊരു കെടുതിയും ഉണ്ടായില്ല. വിമാനാപകടത്തിൽ പരിക്കേറ്റ 3 പട്ടാളക്കാരെ സന്യാസിമാർ താങ്കളുടെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ താങ്കളെ സംരക്ഷിക്കുവാൻ വന്ന സൈനികരെ പരിചരിക്കുവാനുള്ള സ്ഥിതിവിശേഷമാണ് മാർ യൗസേപ്പ് പിതാവിന്റെ ഭക്തരായ ആ സഹോദരിമാർക്ക് ഉണ്ടായത്. താങ്കളെ കാത്തു പരിപാലിച്ച മാർ യൗസേപ്പിനെ അവർ നന്ദിയുടെ സ്തോത്രം അർപ്പിച്ചു. ജപം. തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹസേവനങ്ങളുടെയും വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. ഈശോയും പരിശുദ്ധ കന്യകയും അന്യപിതാവേ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പവിത്രീകരിക്കണമേ. അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിന്റെ നദിയാട്ടെ. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ തമ്പുരാനമേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കാമേ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനരുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശ്വാസേപ്പേ, മഹാവിരക്തനായ വിശ്വാസേപ്പേ, മഹാവിവേകിയായ വിശ്വാസേപ്പേ, മഹാധീരനായ വിശ്വാസേപ്പേ, അത്യന്തം അനുസരണമുള്ള വിശ്വാസേപ്പേ, മഹാവിശ്വസ്തനായ വിശ്വാസേപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആദരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാസന്നരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുകളുടെ പരിമേ, തിരുസഭയുടെ പാലക, ഭൂലോകഭാവങ്ങൾ നീക്കുന്ന ദൈവജംബ്രാട്ടിക്കുട്ടിയായിരിക്കും നിസ്വബ്രാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകഭാവങ്ങൾ നീക്കുന്ന ദൈവജംബ്രാട്ടിക്കുട്ടിയായിരിക്കും നിസ്വബ്രാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകഭാവങ്ങൾ നീക്കുന്ന ദൈവജംബ്രാട്ടിക്കുട്ടിയായിരിക്കും നിസ്വബ്രാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരം നിയമിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക്
ആശ്വാസവും ആശ്രയം നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമീൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹചൈതന്യത്തിൽ സംരക്ഷിക്കണമേ.